ബാങ്കുമായിട്ട് ബന്ധങ്ങളില്ല. ബാങ്കുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പൈസ വരാനും പോകാനും ഇതൊക്കെ നമുക്ക് അപ്പോൾ അത് നമ്മൾ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പൈസ നമ്മൾ അവർക്ക് പോയി ചോദിച്ചാൽ മതി. എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ചോദിക്കണം. നമ്മളത് കളയൊന്നും വേണ്ട. ആ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ പോയി അവിടുത്തെ വെച്ചാൽ അവരത് കറക്റ്റ് കണക്ക് പറഞ്ഞു തരും. ആ പൈസ എടുത്തിട്ട് ഏതെങ്കിലും ലക്ഷം വീട് കോളനിയിലോ ഏതെങ്കിലും സാധുക്കൾക്ക് നീയത്തൊന്നും ഇല്ലാതെ ചുമ്മാ ജസ്റ്റ് കൊണ്ട് കളഞ്ഞേക്കണം, അവർ കൊടുത്തേക്കണം. പലിശയുടെ പൈസ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ എല്ലാം കൂടെ കണക്കൂട്ടി ഈ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ടേൺ ഓവർ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴത്തെ എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ 1,20,000 പലിശയുടെ പൈസയുണ്ട്. എടുത്തിട്ട് ഏതെങ്കിലും സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. ക്യാൻസർ രോഗികൾ, മറ്റ് വൃക്ക രോഗികൾ, പാവപ്പെട്ടവർ, ഏതോ ഗല്ലികളിലൊക്കെ കഴിയുന്നവരില്ലേ, അവർക്കൊരു നീയത്തൊന്നും വേണ്ട, ഒരു നീയത്തും വെക്കരുത്. കൊടുത്തിട്ട് ദുആ ചെയ്യണം കേട്ടോ പോയി. ആ ദുആ ചെയ്യണമെന്നൊരു വാക്ക് പോലും പറയരുത്. അത് കളയേണ്ട പൈസ ആണ്. അപ്പം നമ്മളത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല. ഇനി ആരെങ്കിലുമൊക്കെ ലോൺ എടുത്ത് പൈസ ഇടങ്ങേറായി ബുദ്ധിമുട്ടിരിക്കണം, ആ പൈസ എടുത്ത് ഇവർക്ക് കൊടു. ആ ലോൺ അടച്ച് തീർത്ത്, ആ പലിശ അടച്ച് തീർത്ത് ഇടപാട് തീർക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പണം നമ്മൾ ചെലവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. നമ്മളിനി പറഞ്ഞില്ല എടുത്തില്ല എന്നൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്.